Dears, welcome back to Aegon Learning. ഇന്നാണ് കെമിസ്ട്രിയുടെ എക്സാം നടക്കാൻ പോകുന്നല്ലേ അറ്റി. അപ്പൊ ഇപ്പോഴും ചില മക്കള് എന്ത് പഠിക്കണം, ഓരോ ചാപ്റ്ററിലും ഇന്ന ടോപ്പിക്ക് കവർ ആയോ എന്നൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്നവർക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്യാണ്. മെയിൻ പോയിന്റുകൾ ഒന്ന് നോക്കിപ്പോ ഇത് നോക്കിപ്പോയാൽ തന്നെ പാസ് മാർക്ക് ഉറപ്പ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ഫസ്റ്റ് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നിന്ന് 9 മാർക്ക്, സ്ട്രക്ചർ ഓഫ് മെറ്റത്തിൽ നിന്ന് 13, ക്ലാസിഫിക്കേഷൻ 12, ബോണ്ടിങ് 15, തെർമോ 12, ഇക്വിലിബ്രിയം 14, റിഡോക്സ് 3 ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന്റെ. അതുപോലെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന 2 ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റവും ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സും. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 25 മാർക്ക്. ഇതുവരെ ഒന്നും പഠിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ഒന്നും പഠിക്കാത്ത ആൾക്കാർ ഉണ്ടാവില്ല എന്ന് കരുതുന്നു. എന്നാൽ പോലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷനും സ്ട്രക്ചർ ഓഫ് ആറ്റവും ഒക്കെ പഠിക്കുക. ദെൻ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ കവർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു നല്ല മാർക്ക് ഉറപ്പിക്കാം. വേഗം പഠിച്ചു പോകാം. ജസ്റ്റ് ഇത്രയും നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇത്രയും പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എക്സാം ഹാളിൽ കയറാൻ പാടുള്ളൂ. ആദ്യത്തെ ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അതിൽ ആദ്യം മോൾ കാൽക്കുലേഷൻ ആണല്ലേ. ഒരു മാർക്ക് ക്വസ്റ്റൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റൻ ഒരു മോൾ കാൽക്കുലേഷൻ ഉണ്ടാവും. 40 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡിലെ എത്ര മോൾ ഉണ്ടെന്നൊക്കെ ചോദിക്കാം. അടുത്തത് ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. അതിന്റെ ഡെഫിനിഷനും വരും. ലിമിറ്റിംഗ് റിയേജന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ. ലിമിറ്റിംഗ് റിയേജന്റ് ഇല്ലാതെ ക്രിസ്മസ് എക്സാം ഉണ്ടാവില്ല, ഉറപ്പാണ്. ലിമിറ്റിംഗ് റിയേജന്റ് ഇല്ലാതെ ക്രിസ്മസ് എക്സാം നടക്കില്ല. ബേസിക് കോൺസെപ്റ്റ്സ് ന്യൂമറിക്കൽസ് ഒരുപാടുള്ള ചാപ്റ്റർ ആണ്. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് ഉണ്ട്, എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുല തന്നിട്ട് എംപിരിക്കൽ ഫോർമുല. ഈ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിൽ ഷോർട്ട് മെത്തേഡുകളുണ്ട് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ പഠിക്കാൻ. ദെൻ മക്കളെ മൊളാരിറ്റി എന്താണ്, മൊളാലിറ്റി എന്താണ്, അതിന്റെ ഡെഫിനിഷൻ അറിയണം. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് തീർച്ചയായും എക്സാമിന് ഉണ്ടാകും. ചിലപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണെങ്കിൽ മൊളാലിറ്റി ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരും. 1 മാർക്കിനായിരിക്കും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരാൻ. ഒരു മാർക്ക് ക്വസ്റ്റൻ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇത്രയും പോയിന്റുകൾ പഠിച്ചു പോവല്ലേ. അടുത്തത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. കഴിഞ്ഞ വർഷം 13 മാർക്ക് വെയിറ്റേജ് ലഭിച്ച ചാപ്റ്റർ ആണ്. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ചാർജും മാസും ഒന്ന് പഠിച്ചേക്കും. കഴിഞ്ഞ വർഷം ആദ്യത്തെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഡിസ്കവേർഡ് പ്രോട്ടോൺ എന്നുള്ളതായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, ചാർജും മാസും ഒക്കെ പഠിക്കാം അല്ലെ. ദെൻ ഓരോ മോഡല്, പ്ലം പുഡിംഗ് മോഡൽ, ദെൻ റുദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ ആ എക്സ്പെരിമെന്റ് പഠിക്കേണ്ട. ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻ പഠിക്കണേ. ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ടതേ പഠിക്കണ്ടു. ഒരുപാട് പഠിക്കണ്ട അല്ലേ. ബോറിന്റെ പോസ്റ്റുലേറ്റ്സ് പഠിക്കുക, അതേപോലെ ബോർ മോഡലിന്റെ ലിമിറ്റേഷൻസ് പഠിക്കണം അല്ലേ. അതുപോലെ തന്നെ ഹൈഡ്രജൻ സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ട റിഡ്ബർഗ് ഫോർമുലയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം, അതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം 1 മാർക്കിനോ 2 മാർക്കിനോ ഡെഫിനറ്റ് ഷോർട്ട് പേടിക്കേണ്ട. ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ നോക്കുക. ഓക്കെ. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ചോദിക്കും. ക്വാണ്ടം നമ്പേഴ്സ് മസ്റ്റ് ആണ് മക്കളെ. ക്വാണ്ടം നമ്പേഴ്സ് ടോപ്പിക് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഒരു ആറ്റത്തിന്റെ അഡ്രസ് ആണ് ക്വാണ്ടം നമ്പർ. അതുകൊണ്ട് തന്നെ നമുക്കൊരു അഡ്രസ് കിട്ടാൻ ഇത് മതി. 4 മാർക്കാണല്ലേ ക്വാണ്ടം നമ്പേഴ്സ് പഠിച്ചാൽ. 3 റൂൾസ് ആണ്. പോളീസ് റൂൾ ആണ്, ഹൺസ് റൂള്, ഓഫ്ബോ പ്രിൻസിപ്പിൾ. ഇത് 3ഉം ഡിഫൈൻ ചെയ്യാനായിട്ട് പഠിക്കണം. എന്താണ് ആ റൂൾ എന്നുള്ളത് 1 മാർക്കിനും 2 മാർക്കിനും. പോലീസ് റൂൾ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ഉറപ്പാണ്. പോലീസ് റൂൾ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. 2 മാർക്കിന് ഇതിൽ ഏതെങ്കിലും ഒരു റൂൾ എന്തായാലും ഇന്നത്തെ എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പൊ അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പോവുക. അടുത്തേക്ക് പോവാം. നെക്സ്റ്റ് ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ ആണ്. 9th നിങ്ങൾ പഠിച്ചതിന്റെ വളരെ കുറച്ചുകൂടി അവസാനം എക്സാമിന്റെ 2 മണിക്കൂർ മുൻപ് പഠിച്ചാൽ തീർന്ന ചാപ്റ്റർ അല്ലേ. 2 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ മുൻപ്. പീരിയോഡിക് ടേബിൾ ഒക്കെ ഓൾറെഡി നിങ്ങൾ 9th പഠിച്ചു കഴിഞ്ഞതാണ്. ഡൊബറൈനയുടെ ട്രയാഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. മെന്റൽ ലൈഫിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ പഠിച്ചു പോയി. മെന്റൽ ലൈഫിന്റെ പീരിയോഡിക് ലോയും മോഡേൺ പീരിയോഡിക് ലോയും 2 മാർക്കിന് ഇതിൽ 2ൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റ് ആണ്. അപ്പൊ ആ പീരിയോഡിക് ലോ പഠിക്കുക. ദെൻ അയണൈസേഷൻ എൻതാൽപ്പിയിൽ നൈട്രജന്റെയും ഓക്സിജന്റെയും അയണൈസേഷൻ എൻതാൽപ്പിയിൽ അബ്നോർമൽ ബിഹേവിയർ. അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ പഠിക്കണം. ഗ്രൂപ്പിലെ പീരീഡിലെയും വേരിയേഷൻ ട്രെൻഡ് പഠിക്കണം. ബെർലിയത്തിന്റെയും ബോറോണിന്റെയും അയണൈസേഷൻ എൻതാൽപ്പിയുടെ വേരിയേഷൻ ചോദിക്കാറുണ്ട്. അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയ ചോദിക്കും. അതിൽ അയോണിക് റേഡിയ കറ്റയോന്റെയും ആനയോന്റെയും ഒക്കെ റേഡിയസ് ഒക്കെ അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റോമിക് റേഡിയയുടെയും ഡെഫിനിഷനും പഠിക്കുക. ദെൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ ആരാണ്? ഫോൺ ക്ലോബർ എന്ന് പഠിച്ചാൽ മതി. ഫ്ലൂറിൻ ആണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. 1 മാർക്കിന് ചോദിക്കാറുണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കാണ് ഏറ്റവും കൂടുതൽ. ദെൻ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ പഠിക്കണം. ഗ്രൂപ്പിലെയും പീരീഡിലെയും ട്രെൻഡ് പഠിക്കുക. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട് ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിനേക്കാൾ കുറവാണ്. അതിന്റെ ആൻസർ പറയലാറ്റി അതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പഠിച്ചേ. 7 വർഷങ്ങളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. അതിന്റെ ആൻസർ അറിയണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക മക്കളെ. അത് ഉറപ്പാണ്. അതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ
പേപ്പർ ഉണ്ടാവില്ല, ഇത് ഉറപ്പാണ്. ഇല്ലെങ്കിൽ ANJ മൊട്ടയടിക്കും. അടുത്ത പറ, അബ്നോമിനൽ പറ. യെസ്, അടുത്തത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഡയഗണൽ റിലേഷൻഷിപ്പ് അവിടുന്ന് പഠിക്കണം. ആകെ ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അത് ഒന്ന് IUPAC നെയിമും കൂടി ഒന്ന് പഠിച്ചേക്കട്ടില്ലേ? IUPAC നെയിമിംഗ്. ഓക്കേ, 112 അറ്റോമിക് നമ്പർ 100ന് മേലുള്ള എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ ചോദിക്കും. ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ ആണ്. ഇക്വിലിബ്രിയത്തിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ബോണ്ടിങ് നോക്കിയാലോ? ബോണ്ടിങ് നോക്കാം. ബോണ്ടിങ്ങിൽ കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള VSEPR തിയറി, വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറിയിൽ സ്ട്രക്ചർ ഓഫ് മോളിക്യൂളിന്റെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, കെമിക്കൽ ബോണ്ടിങ് ചെയ്തോണേ. ഓക്കെ, VSEPR തിയറി ചോദിക്കാറുണ്ട്. VSEPR തിയറി ബോണ്ടിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നോക്കോ മക്കളെ, ബോണ്ടിങ് കഴിഞ്ഞ വർഷം 15 മാർക്ക് വെയിറ്റേജ് ലഭിച്ച ചാപ്റ്റർ ആണ്. അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്ന ചാപ്റ്റർ ആണ് ബോണ്ടിങ്. എന്തൊക്കെ കാര്യങ്ങളാണ് അതി? കെമിക്കൽ ബോണ്ടിങ്ങിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി അഥവാ VSEPR തിയറിയാണ്. VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ EPR ഉണ്ടല്ലേ, EPR VSEPR തിയറിയാണ്. VSEPR തിയറി. then VBT ഉണ്ടല്ലേ, വാലൻസ് ബോണ്ട് തിയറി. അല്ല, വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറിയിൽ ANJ ഒരു കാര്യം കൂടി, അമോണിയയുടെയും വാട്ടർ മോളിക്യൂളിന്റെയും ഷേപ്പ് പഠിക്കാതെ എക്സാമിന് പോകരുത്. ക്ലിയർ അല്ലേ? അടുത്തത് VBT ചോദിക്കും. കെമിക്കൽ ബോണ്ടിങ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും പോയിന്റ് പഠിക്കാൻ വാലൻസ് ബോണ്ട് തിയറി, ഇതിൽ ഹൈബ്രിഡൈസേഷൻ, ഫോസ്ഫറസ് പെന്റാക്ലോറൈഡിന്റെയും അമോണിയ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂളിന്റെയും ഹൈബ്രിഡൈസേഷൻ പഠിക്കാതെ എക്സാമിന് പോകരുത്. അടുത്തത് മോളിക്കുലർ ഓർബിറ്റൽ തിയറാണ്. മോളിക്കുലർ ഓർബിറ്റൽ തിയറി, MOT, മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ്. ഓക്സിജന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ചോദിക്കാറുണ്ട്. ഇനി ഹൈഡ്രജൻ ബോണ്ടിംഗ് ആണ്. 4 പോയിന്റ് പഠിച്ചാൽ ഫുൾ മാർക്കാണ്. ഹൈഡ്രജൻ ബോണ്ടിംഗ്, ഇന്റർ ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർത്തോ നൈട്രോഫിനോൾ പ്രസന്റ് ആയിട്ടിരിക്കുന്നത് ഏത് ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടിംഗ് ആണെന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ അത് ഇനി ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഡൈപോൾ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഡൈപോൾ മൊമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അമോണിയുടെയും അല്ലെങ്കിൽ NCl3 ഒക്കെ ഡൈപോൾ മൊമെന്റ് കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. പക്ഷെ ഒരൊറ്റ പോയിന്റ്, ഒരു കാര്യം കൂടി പറയാം. ഈ കെമിക്കൽ ബോണ്ടിങ്ങും ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാൻ ഇന്ന് മാരത്തോൺ ലൈവ്. ഓക്കെ മക്കളെ, 7 മണിക്ക് നമ്മുടെ ലൈവ് ആരംഭിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ് തെർമോഡൈനാമിക്സിൽ ആദ്യം തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സിസ്റ്റം, അല്ലേ അതി? അതെ, സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം ചോദിക്കാറുണ്ട്. സിസ്റ്റം വളരെ സിമ്പിൾ ആണെന്ന് കരുതി നിങ്ങൾ വിടും, പക്ഷെ 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ഹോട്ട് കോഫി കെപ്റ്റ് ഇൻ എ തെർമോസ് ഫ്ലാസ്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദാറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ടൈപ്സ് ഓഫ് സിസ്റ്റം എന്തായാലും നോക്കുക, വളരെ ഈസിയാണ്. 1 മാർക്ക് ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ദെൻ എക്സ്റ്റൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവും ഇന്റൻസീവ് പ്രോപ്പർട്ടിയും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് ഇതിനെ കുറിച്ച് 7 വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. വീണ്ടും ANJയുടെ ഒരു ഷോർട്ട് വരാനുണ്ട്, എക്സ്റ്റൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഷോർട്ട് അല്ല, കോണ്ടന്റ് വീഡിയോ 7 വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത ഇന്റൻസീവ് പ്രോപ്പർട്ടി. ദെൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് തരും, അവർ എക്സാമ്പിൾ തരും, വർക്ക് സ്റ്റേറ്റ് ആണോ പാത്ത് ഫംഗ്ഷൻ ആണോ എന്ന് പറയാൻ പറ്റും. വർക്ക് ഈസ് എ പാത്ത് ഫംഗ്ഷൻ. ഓക്കെ, ദെൻ എൻട്രോപ്പി ചോദിക്കാറുണ്ട്. എൻട്രോപ്പിയുടെ ഡെഫിനിഷൻ പഠിക്കണം ആൻഡ് എൻട്രോപ്പി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം. ഓരോ പ്രോസസ്സ് തന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ ലൈവിൽ. പിന്നെ എൻതാൽപ്പി ചോദിക്കാറുണ്ട്. എൻതാൽപ്പി അതിന്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഹെസ്സസ് ലോ ചോദിക്കാറുണ്ട്. ഹെസ്സസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെസ്സസ് ലോ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഹെസ്സസ് ലോ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതിൽ ന്യൂമറിക്കൽസ് ഉണ്ട് ആൻഡ് ന്യൂമറിക്കൽസ് ഒരുപാട് വരുന്ന ചാപ്റ്റർ ആണ്. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, തെർമോഡൈനാമിക്സിലെ കംപ്ലീറ്റ് ന്യൂമറിക്കൽസ്, അതായത് ടഫ് ആയിട്ടുള്ള എല്ലാ ന്യൂമറിക്കൽസും ചേർത്ത് നമ്മുടെ ഹാഷിം അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ, ആ വീഡിയോ കണ്ടാൽ മതി കുട്ടിക്ക് ഏത് ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു +2 നിങ്ങളുടെ സീനിയേഴ്സിന് ഏറ്റവും ടഫ് ആയിട്ട് വന്നൊരു ഫിസിക്സ് വളരെ ടഫ് ആയിരുന്നു. കഴിഞ്ഞ എക്സാം നിങ്ങൾ അവരോട് ചോദിച്ചാൽ അറിയാം. അപ്പൊ അവരെ ഏറ്റവും കുഴക്കിയത് ന്യൂമറിക്കൽസ് ആണ്. സോ ന്യൂമറിക്കൽസിന്റെ ഈ വീഡിയോ കാണാൻ നിങ്ങൾ കാണാതെ പോവരുത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് അടക്കാം. ഇക്വിലിബ്രിയം വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ തന്നെയാണ് ഇക്വിലിബ്രിയം, അല്ലെ? യെസ്. ഏതൊക്കെ കാര്യങ്ങളാണ് അതി? ആദ്യത്തേത് അരീനിയസ് കോൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ് ആണ്. അരീനിയസ് കോൺസെപ്റ്റ് ആസിഡിനെയും ബേസിനെ പറ്റി അരീനിയസ് പറഞ്ഞ എന്താണ്. പിന്നെ ലോറിയം ബ്രോൺസർ കോൺസെപ്റ്റ് ആണ്. ലൂയിസ് കോൺസെപ്റ്റ് ഉണ്ട്. ലേ ഷാറ്റിയർ പ്രിൻസിപ്പിൾ ഉണ്ട്. കോമൺ അയൺ എഫക്റ്റ് ഉണ്ട്. pH കാൽക്കുലേഷൻ ഒരുപാട് ഷോർട്സ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കോൺജുഗേറ്റ് ആസിഡ് എന്നിട്ട് ബേസ് പറയാൻ പറയും. കോൺജുഗേറ്റ് ആസിഡ് എന്നിട്ട് അതിന് ബേസ് എഴുതാൻ പറയും. ഓക്കേ, സോളിബിലിറ്റി ആൻഡ് സോളിബിലിറ്റി പ്രോഡക്റ്റ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ Kc ആൻഡ് Kp ഉണ്ട്. ബോണ്ട് ഓർഡർ ഉണ്ട്. അത് ഇതിലേക്ക് വന്നു. കെമിക്കൽ ബോണ്ടിംഗ് നേരത്തെ നമ്മൾ കെമിക്കൽ ബോണ്ടിംഗ്
ലേണിംഗിന്റെ പാർട്ടാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഓരോ ടോപ്പിക്കും നിങ്ങൾ വിട്ടുപോയിട്ടില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുക. ആൻഡ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന മക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ലൈവിനൊക്കെ ഒന്ന് ജസ്റ്റ് ഈ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഇത് പഠിച്ചോ ടിക്കറ്റ് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ശരിക്കും ഓൺ എക്സാം അവർ അങ്ങനെ എഴുതിയിട്ടില്ല, ആദ്യത്തെ എക്സാം ആണ്. സോ വളരെ നന്നായിട്ട് എഴുതുക. കെമിസ്ട്രി അത്രയേ ഉള്ളൂ പഠിക്കാൻ. നിങ്ങൾ ഇന്ന് പഠിച്ചു തീർത്താൽ തീരാവുന്ന ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഒന്ന് അറിഞ്ഞു പഠിച്ചാൽ തീരാവുന്ന ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഉറങ്ങുക. 12 മണി വരെ പഠിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങുക. പിന്നെ എക്സാം. ഓൾ ദി ബെസ്റ്റ്.